എന്റെ കൂട്ടുകാരൻ ആരാണ് അതൊന്ന് കാണിച്ചു തരണം. അള്ളാഹ് അറിയിച്ചു കൊടുത്തു, മൂസ നബിയേ ഇന്ന മാർക്കറ്റിലെ ഇറച്ചി കച്ചവടക്കാരനാ. അങ്ങയുടെ സ്വർഗ്ഗത്തിലെ കൂട്ടുകാരൻ ആരെന്നറിയോ? ഇന്ന മാർക്കറ്റിൽ പോയി നോക്ക്, അവിടെ ഇറച്ചി കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരനാ. മൂസ നബി ചിന്തിച്ചു, അല്ലാഹ് ഒരു പ്രവാചകനായ എന്റെ കൂട്ടുകാരൻ ഇറച്ചി കച്ചവടക്കാരനോ? അല്ലാഹ് പറഞ്ഞു, അവന്റെ കച്ചവടം നോക്കണ്ട, അവന്റെ സ്ഥാനം നോക്കണ്ട, അവന്റെ ബഹുമതി നോക്കണ്ട, അവന്റെ വലിപ്പം നോക്കണ്ട, പിന്നെയോ അവന്റെ ഒരു ദിവസത്തെ പ്രവർത്തനം ഒന്ന് വീക്ഷിക്ക്. പോയി ആള് മാറിപ്പോയി. ഇറച്ചി കച്ചവടക്കാരനെ കണ്ടുപിടിച്ചു. അയാൾ മാന്യമായിട്ട് കച്ചവടം ചെയ്യുന്നു, അളവിലും തൂക്കത്തിലൊന്നും കുറവ് വരുത്തുന്നില്ല. പീസ് പീസാക്കി എല്ലാവർക്കും കൊടുത്ത് നല്ല ഇസ്ലാം കൽപ്പിക്കുന്ന രീതിയിലുള്ള കച്ചവടം നടത്തുന്നു. അത് കഴിഞ്ഞ് അവസാനം ഈ മൂസാ നബിയാണെന്ന് അറിഞ്ഞില്ലല്ലോ. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ കുറെ നേരം കൊണ്ട് എന്റെ കടയിരിക്കാണല്ലോ, നമുക്ക് വീട്ടിൽ പോകാം, ആഹാരം കഴിച്ചിട്ട് പോകാം. എന്തൊരു ആദ്യ മര്യാദയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അങ്ങനെ മൂസാ നബിയെ കൊണ്ട് പോവുകയാണ്. മൂസാ നബിയെ വീടിന്റെ പുറത്തിരുത്തി. ഈ മനുഷ്യൻ അകത്ത് കയറിയിട്ട് കുറച്ചു നേരം കാണാനില്ല. ഈ മൂസാ നബി നോക്കുമ്പോൾ വൃദ്ധരായ മാതാവും പിതാവും അവർ കിടക്കയിൽ ഇങ്ങനെ കിടക്കുക, എഴുന്നേക്കാൻ പറ്റും. ഓരോരുത്തരെ എഴുന്നേപ്പിച്ചിരുത്തിയിട്ട് അവര് മലമൂത്ര വിസർജനം ചെയ്ത വസ്ത്രമൊക്കെ മാറ്റി ശരീരമൊക്കെ തുടച്ചെടുത്ത് അടുത്ത വസ്ത്രം ധരിപ്പിച്ച് അതെല്ലാം എടുത്തൊരു ഒരു പാത്രത്തിലിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആ മാതാവിനും പിതാവിനും വെള്ളം ചൂടാക്കി കൊടുത്ത് എന്നിട്ട് കൊണ്ടുവന്ന ഇറച്ചി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അത് പാചകം ചെയ്തിട്ട് അതിന്റെ ചെറിയ പീസുകൾ എടുത്ത് കിടക്കുന്ന ഉപ്പാന്റെ ഉമ്മാന്റെ വായിൽ വെച്ച് കൊടുത്തു. ഇങ്ങനെ വാപ്പായുമായും ശ്രദ്ധിക്കുന്ന പരിചരിക്കുന്ന ആ മകൻ അവസാനം പറഞ്ഞു, ഞാനത് കഴുകിയിടട്ടെ എന്ന് പറഞ്ഞ് മൂസാ നബിയോട് അദ്ദേഹം പറഞ്ഞുകൊണ്ട് വെളിയിൽ പോയി കഴുകിയിട്ടിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ പൊന്നും പ്രിയപ്പെട്ട സഹോദരന്റെ പ്രിയപ്പെട്ട മാതാവിനെ സമീപിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ മാതാവ് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട മോനെ, മൂസാ നബിയാണെന്ന് അറിയില്ല, എന്റെ പൊന്നുമോൻ ഞങ്ങൾ വളർത്തിയെടുത്ത മകനാണ്. ഈ മകൻ ഞങ്ങൾ എത്രത്തോളം രോഗികളായി എഴുന്നേക്കാൻ കഴിയാതെ കിടക്കുമ്പോഴും ആ പൊന്നുമോൻ നമ്മളെ മറന്നില്ല. അതുകൊണ്ട് അല്ലാഹുവേ, എന്റെ ഒരേ ഒരു ദുആ, ആ മാതാവ് രണ്ട് കരങ്ങളും ആകാശത്ത് നീട്ടി ദുആ ചെയ്യുകയാ, അല്ലാഹുവേ എന്റെ പൊന്നുമോനെ നീ സ്വർഗ്ഗത്തിലാക്കണേ. സ്വർഗ്ഗത്തിലാക്കിയാൽ മാത്രം പോരാ, ആ സ്വർഗ്ഗത്തിൽ നമ്മുടെ നായകനും മൂസാ നബിയുടെ കൂട്ടുകാരനാക്കണേ അല്ലാഹ്. സ്വർഗ്ഗത്തിൽ മൂസാ നബിയുടെ കൂട്ടുകാരനാക്കണേ എന്ന് മാതാവ് ദുആരക്കുമ്പോൾ മൂസാ നബി അത്ഭുതപ്പെട്ടു പോയി. അല്ലാഹ്, ഒരു ഉമ്മാന്റെ ദുആയല്ലേ, ഒരു മാതാവിന്റെ ദുആയല്ലേ എന്റെ കൂട്ടുകാരനായി സ്വർഗ്ഗത്തിൽ ഈ മനുഷ്യനെ എത്തിച്ചത്. സ്വർഗ്ഗത്തിൽ മൂസാ നബിയുടെ കൂട്ടുകാരൻ മാതാവിനെ പിതാവിനെ പരിചരിച്ച പൊന്നുമോനാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കൈപിടിച്ച് നമുക്ക് സ്വർഗ്ഗത്തിൽ പോകണ്ടേ. അതുകൊണ്ടാ മൂസാ നബി അള്ളാഹ് വിളിച്ചിട്ട് പ്രത്യേകം പറഞ്ഞ, മൂസ, നീ നിന്റെ മാതാപിതാക്കൾ അംഗീകരിച്ചു, എന്നാൽ നിനക്ക് ദീർഘായുസ് തരും, നിന്നെ അനുസരിക്കുന്ന മക്കളെയും തരും. ഇനി നീ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചാലോ നിനക്ക് ആയുസ് ചുരുക്കി തരും, ഉള്ള ആയുസ്സിൽ നിന്നെ ബുദ്ധിമുട്ടിക്കുന്ന മക്കളെയും തരും. ഉള്ള ആയുസ്സിൽ നിന്നെ ബുദ്ധിമുട്ടിക്കുന്ന മക്കളെയും തരും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ ആ പ്രിയപ്പെട്ട സന്താനങ്ങളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത് പ്രിയപ്പെട്ട വന്യരായ മാതാപിതാക്കളെ ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. അവരോട് നന്ദി കാണിച്ചാൽ, അവർക്ക് ഗുണം ചെയ്താൽ, അവരോട് ഗുണം ചെയ്താൽ മാത്രമാണ് അല്ലാഹു നമ്മുടെ നന്ദി വേണ്ടു. അല്ലാഹു നമ്മുടെ ഗുണം സ്വീകരിക്കണോ, പടച്ചോറ് നമ്മുടെ നന്ദി വേണോ, അല്ലാഹുവിനെ സ്വീകരിക്കണോ, മാതാപിതാക്കളെ അംഗീകരിച്ചോ, ഇല്ലാതെ രക്ഷയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന് ഒരു സഹാബി പറയുകയാണ്, നബിയേ, ഹിജ്റ പോകാനും ജിഹാദ് ചെയ്യാനും ഞാൻ ഉദ്ദേശിക്കുന്നു, അഭിപ്രായം എന്താ? ഈ രണ്ട് കാര്യം ഇസ്ലാമില് വലിയ സ്ഥാനമുള്ളതാണ്. ഒന്ന് ഹിജ്റ, മറ്റൊന്ന് യുദ്ധം. ശരീരവും രക്തവും കൊണ്ടുള്ളതാണ്. ഹിജ്റ എന്ന് പറഞ്ഞാലോ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കലാണ്. ഇത് രണ്ടും ഞാൻ ഉദ്ദേശിക്കുന്നു. റസൂലുള്ളാഹി ചോദിച്ചു, എന്റെ പ്രിയപ്പെട്ട സഹോദര, ഫഹൽ മിൻ വാലിദൈക, നിനക്ക് വാപ്പായുമായി ഉണ്ട്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫതബ്തഗിൽ അജ്റ മിനല്ലാഹ്, അല്ലാഹുവിന്റെ കൂലി നീ
ആഗ്രഹിക്കുന്നു. അതേ നബിയെ, അതുകൊണ്ടാണ് യുദ്ധത്തിന് പോകാനും ഹിജ്റ പോകാനും ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞത്. റസൂലുള്ളാഹി പറഞ്ഞു, ഫർജിഇ ഇലാ വാലിദൈക ഫഹ്സിൻ സുഹബതഹുമാ. നീ ചെല്ലുക, നിന്റെ ഉപ്പാന്റെ ഉമ്മാന്റെ അടുക്കൽ ചെല്ലുക, എന്നിട്ട് അവരോട് ഗുണം ചെയ്യുക. അതാണ് നിനക്ക് ഉത്തമമെന്ന് പഠിപ്പിച്ച പൊന്നാര നബികളില്ലേ, നൂറ്റാണ്ട് 14 മുമ്പ് പറയുകയാണ്. ഒരൊറ്റ ഹദീസ് കൂടെ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയം അവസാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സപ്ത ദിന പ്രവാസ